ഹലോ, നമസ്കാരം. ഒരു അധ്യക്ഷ പ്രസംഗം എങ്ങനെ എളുപ്പത്തിൽ പറയാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. ഒരു അധ്യക്ഷൻ എന്ന് പറയുന്നത് ഒരു പൊതുപരിപാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ പരിപാടി ഒരു VIP എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഏറ്റവും ആദ്യം മുതൽ ഏറ്റവും അവസാനം വരെ ആ വേദിയിൽ ഉണ്ടായിരിക്കേണ്ട വ്യക്തിയാണ് അധ്യക്ഷൻ. സാധാരണ ഒരു സംഘടന, ക്ലബ്ബുകൾ, സാംസ്കാരിക സംഘടനകൾ എന്നിവയിലെ പ്രസിഡന്റുമാരായിരിക്കും അധ്യക്ഷനായിട്ട് ആ വേദിയിൽ ഉണ്ടായിരിക്കേണ്ടത്. ആദ്യ അവസാനം അധ്യക്ഷൻ ആ വേദിയിൽ ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ്. അധ്യക്ഷനാണ് ഒരു പരിപാടിയിൽ ആശംസ പറയുന്നവരായിക്കോട്ടെ, ഉദ്ഘാടനം നടത്തുന്നവരായിക്കോട്ടെ, മറ്റ് വ്യക്തികളായിക്കോട്ടെ, എല്ലാ ആളുകളും എത്ര സമയം സംസാരിക്കണമെന്നതും സമയം നീണ്ടുപോയാൽ അത് നിയന്ത്രിക്കേണ്ടതും അധ്യക്ഷനാണ്. അതുകൊണ്ട് തന്നെ അധ്യക്ഷന്റെ വില അറിഞ്ഞു വേണം നിങ്ങൾ ആ വേദിയിൽ ഇരിക്കാൻ. ചില പരിപാടികൾ ആങ്കർ ഉണ്ടെങ്കിൽ ആങ്കറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത് അധ്യക്ഷനാണ്. ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിയാണ് അധ്യക്ഷൻ. ഇനി അധ്യക്ഷ പ്രസംഗത്തിലേക്ക് വരാം. സ്വാഗത പ്രസംഗത്തിന് ശേഷമായിരിക്കും അധ്യക്ഷ പ്രസംഗം വരിക. 10 മുതൽ 15 മിനിറ്റിനുള്ളിൽ തീർക്കാൻ കഴിയുന്ന ആയിരിക്കണം അധ്യക്ഷ പ്രസംഗം. അധ്യക്ഷൻ പറയേണ്ടത് അവിടെ നടക്കുന്ന ആ പരിപാടിയെക്കുറിച്ചും ആ സംഘടനയെക്കുറിച്ചും പൂർണ്ണമായ വിവരങ്ങൾ അധ്യക്ഷൻ ആ വേദിയിൽ പറയണം. സ്വാഗത പ്രസംഗകൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളും അധ്യക്ഷൻ അവിടെ പറയേണ്ടതാണ്. ആളുകളെ അഭിസംബോധന ചെയ്യുമ്പോൾ അവരുടെ പേര് എടുത്ത് വേണം അധ്യക്ഷൻ അവിടെ പറയാൻ. നിങ്ങളുടെ കൂടെ വേദിയിലിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്നും അവരെന്താണെന്നും നിങ്ങളുടെ സദസ്സിലിരിക്കുന്നവരെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന ആളായിരിക്കണം അധ്യക്ഷൻ. നടക്കുന്ന പരിപാടിയുടെ പൂർണ്ണമായ വിവരങ്ങൾ അധ്യക്ഷ പ്രസംഗത്തിന് ശേഷം ആളുകളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ള ആളാണ് അധ്യക്ഷൻ. ഇനി അടുത്ത കാര്യം, അധ്യക്ഷ പ്രസംഗം പറയുമ്പോൾ ഈ സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം കുട്ടികളുടെ പരിപാടികളോ കലാപരിപാടികളോ ഉണ്ടെങ്കിൽ പരമാവധി ആ സാംസ്കാരിക സമ്മേളനം ചുരുക്കേണ്ടത് അധ്യക്ഷന്റെ കടമയാണ്. ഇല്ലെങ്കിൽ സാംസ്കാരിക സമ്മേളനം നീണ്ടുപോയാൽ ആളുകൾക്ക് ഇത് അധ്യക്ഷ പ്രസംഗമായിക്കോട്ടെ, മറ്റ് പ്രസംഗങ്ങളായിക്കോട്ടെ, അത് വളരെ അരോചകമായി തീരും. കുട്ടികളുടെ പരിപാടി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും സാംസ്കാരിക സമ്മേളനം ചുരുക്കുക എന്നത് അധ്യക്ഷന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അധ്യക്ഷ പ്രസംഗത്തിൽ പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ എന്ന് അഭിസംബോധന ചെയ്ത് തുടങ്ങുന്ന നമ്മൾ അതിനുശേഷം അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള വിവരങ്ങൾ പറയണം. മുൻപുള്ള കാര്യങ്ങൾ എന്താണ് ഇതുവരെ ഈ സംഘടനയ്ക്ക്, ഇല്ലെങ്കിൽ ഈ ക്ലബിന്, ഇല്ലെങ്കിൽ ആ ഒരു പരിപാടി എന്താണോ അതിനെക്കുറിച്ച് പറയണം. ഇതിന് മുമ്പ് നടന്നതും ഇനി നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ചുരുങ്ങിയ വാക്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അടുത്തയാളെ, ഉദ്ഘാടനമാണെങ്കിൽ ഉദ്ഘാടകനെയാണ് നിങ്ങൾ ക്ഷണിക്കേണ്ടത്. ആ ക്ഷണിച്ചുകൊണ്ട് വേണം നിങ്ങളുടെ അധ്യക്ഷ പ്രസംഗം നിർത്താൻ. അധ്യക്ഷ പ്രസംഗം കഴിയുമ്പോഴേക്കും ആ പരിപാടിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകണം എന്ന് കരുതി വേണം നിങ്ങളുടെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു അധ്യക്ഷ പ്രസംഗം നടത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.